കേരളത്തിന് ഇന്ന് 62 വയസ്സ്. എന്നാൽ ഐക്യ കേരളം എന്ന ആശയം 1947 മുൻപ് തന്നെ ഉടലെടുത്തിരുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വാസ്കോഡി ഗാമയുടെ വരവോടെ തുടങ്ങുന്നു ഐക്യ കേരള രൂപീകരണ ചരിത്രം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിപണന സാധ്യതകളും നാട്ടുരാജ്യങ്ങളുടെ ചേരിപ്പോരും മുതലെടുത്ത് വളർന്ന അധിനിവേശ ശക്തികൾ. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമൊക്കെ അരങ്ങുവാണ സംവത്സരങ്ങൾ. ടിപ്പുവിന്റെ പടയോട്ട പ്രതാപം മങ്ങിയതോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയ സമ്പൂർണ്ണ ആധിപത്യം. 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആകർഷണ വലയത്തിൽ രൂപം കൊണ്ട പൂർണ്ണ സ്വരാജിനൊപ്പം മലയാളി മനസ്സിലും ഐക്യ കേരള സങ്കല്പം വളർന്നിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒന്നാകണമെന്നും തിരുവനന്തപുരം തലസ്ഥാനമാകുമെന്നും 1910 ആദ്യമായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രവചിച്ചെങ്കിലും ഐക്യ കേരള ആശയം ശക്തിപ്പെടാൻ പിന്നെയും വർഷങ്ങളെടുത്തു. 1947 ഏപ്രിൽ 27 കൊച്ചി രാജാവും കെ കേളപ്പനും മുൻകൈയെടുത്ത് ഐക്യ കേരള കൺവെൻഷൻ തൃശൂരിൽ നടന്നു. തിരുവിതാംകൂർ പക്ഷേ പരമാധികാരത്തിനു വേണ്ടി വാദിച്ചു. ദിവാൻ സർ CP ആയിരുന്നു അധികാര കേന്ദ്രം. പരമാധികാര രാഷ്ട്രം പ്രഖ്യാപിച്ച് 15 ദിവസത്തിനിടെ സർ CPക്ക് നേരെ വധശ്രമം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടൊപ്പം തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതായി ചിത്തിര തിരുനാൾ മഹാരാജാവ് പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജഭരണം അവസാനിച്ചു. 1956 നവംബർ 1 PK റാവു ഐക്യ കേരളം യാഥാർത്ഥ്യമായി എന്ന് പ്രഖ്യാപിക്കുന്നു. അടുത്ത വർഷം അധികാരമേറ്റ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ തുടങ്ങുന്നു ആധുനിക കേരളത്തിന്റെ ചരിത്രം. കേരളം കൂടാതെ കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും രൂപം കൊണ്ടത് നവംബർ 1